മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. പത്രോസ് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, പത്രോസ് പറയുക, എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ പ്രിയപ്പെട്ടതെന്ന് പറയാൻ എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്നില്ലെന്നെല്ലാം, എൻ്റെ ജീവിതത്തിന് ചേർന്ന് നിന്ന എല്ലാ സന്തോഷങ്ങളും ഞാനിതാ ഇവിടെ കൊഴിച്ച് ഇടുക, ഉപേക്ഷിക്കുക. ഇനി നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. എൻ്റെ ചിന്തയിൽ ഇനി നീ മാത്രമേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ ഇനി നീ മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയനെ, നീയാണ് എൻ്റെ ജീവിതത്തിലെല്ലാം എല്ലാം. പത്രോസ് പറയുന്നതിൻ്റെ അർത്ഥം ഇതാ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. ഇങ്ങനൊരു കൊഴിച്ചൽ നടത്തേണ്ട കാലയളവാണ് ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവ്. അറ്റാച്ച്മെൻറ്റ്സ് മേക്ക് യു ഡിസ്റ്റൻറ്റ് ഫ്രം ഗോഡ്. പലതിനോട് ഒട്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായി തമ്പുരാനിൽ നിന്ന് അകലാനുള്ള ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ വരും. കൊഴിച്ചിടണം, ബന്ധങ്ങളെ കൊഴിച്ചിടണം. നമ്മളെ അവനിൽ നിന്നും അകറ്റുന്ന എല്ലാത്തിനോടും നോ പറയാൻ, കൊഴിച്ചിടാൻ ഉള്ള ഒരു നേരമാണ് പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവ്. പത്രോസ് പറഞ്ഞു, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു, എവറിത്തിങ്, എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടതായി. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അപ്രധാനമായി മാറി. ആമേൻ.